ഡാബ സ്റ്റൈൽ ആലു മസാല. സംഭവം ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടാ. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോഴേ സാധനം എന്തായാലും സിമ്പിളാണ്. പേരെങ്കിലും ഒരു ഇച്ചിരി കട്ടിയിലിരിക്കട്ടെ അല്ലേ. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നീളത്തിലരിഞ്ഞ ഒരു സവാളയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കൂട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങാട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂണോളം കസൂരിമേത്തിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി വെച്ച് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ സവാള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് അങ്ങോട്ട് വഴന്നൊന്നും പോകണ്ട കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കടിക്കാൻ കിട്ടണം. ഇനി വേറൊരു പാനിലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. നല്ല പൊടിയായിട്ട് അരിഞ്ഞ 2 സവാള ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കുക. പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിയായിട്ടാണ് ചേർത്തിരിക്കണേ. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴല്ലോ ഒരു തക്കാളി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അതങ്ങോട്ട് ചേർത്തിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് ആ ഒരു ചാറൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒട്ടും പുളിയില്ലാത്ത തൈര് അത് ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ 1/4 കപ്പ് നല്ല ചൂടുവെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളുടെ ഈ ഒരു മസാലയിലോട്ട് അങ്ങോട്ട് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങനെ ഒരുപാട് ചാറുള്ള കറിയൊന്നുമല്ല, ഇതേപോലെ ഇങ്ങനെ കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മൾക്കിതേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെ ഇതങ്ങനെ അത്ര അങ്ങോട്ട് സെറ്റ് ആവാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾ കേട്ടോ.